തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഫിനിഷിങ് ഭയങ്കരമായിരിക്കും. അത് വേറെ എവിടെ എന്ത് പൂരം നടന്നാലും ഈ വെടിക്കെട്ടിലാണ് ഫിനിഷിങ് വരുക. നമസ്കാരം, നമ്മളുള്ളത് തൃശ്ശൂരാണ്. ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ മഹോത്സവം നടക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഒരു പൂരം എത്തുന്നത്. എൻ്റെ പേര് കാർത്തികൻ. തൃശ്ശൂർ പൂരത്തിന്റെ മഹിമ വെടിക്കെട്ട് തന്നെയാണ്. കൂടുതൽ ഫിനിഷിങ് ഭയങ്കരമായിരിക്കും. അത് വേറെ. പിന്നെ 19-ാം തീയതി പൂരത്തിൻ്റെ അന്ന് കുടമാറ്റം കഴിഞ്ഞിട്ട് പുലർച്ചെ വെടിക്കെട്ട് ഒരു 3 മണിക്ക് 3-3:30 ആവും. പിന്നെ ഫസ്റ്റ് പാറാംകാവ് പൊട്ടിച്ച് കഴിഞ്ഞാൽ തിരുവമ്പാടി. ഒന്നില്ലെങ്കിൽ അവർ മുൻപന്തിയിൽ നിൽക്കും. ഫസ്റ്റ് പൊടിക്കുന്നവർ അതിനെല്ലാം ലാസ്റ്റ് പൊടിക്കുന്നവർ കൂടുതൽ നിൽക്കും. പൂരം തൃശ്ശൂർ പൂരം അടിപൊളി തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. അത് ആൾക്കാർ കാണാൻ ഇപ്പോൾ കണ്ടില്ലേ. എൻ്റെ പേര് ആനന്ദകുമാർ പാലശ്ശേരിയാണ്. ഞാൻ പൂരം കണ്ടു തുടങ്ങിയിട്ട് ഒരു 12 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ പൂരം കണ്ട ആളാണ്. പൂരത്തിന് ഇപ്പോൾ പല ഇതും മാറി മാറി വരുന്നു. അത് നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു സന്ദർഭമാണ്. ഇവിടെ എത്രകൊണ്ട് സുരക്ഷ വരുന്നു അത്രയും അപകടങ്ങൾ കൂടുതലല്ലാണ്ട് കുറയണില്ല. സുരക്ഷ കുറച്ചണെങ്കിൽ അപകടങ്ങൾ കുറയും. ഈ പൂരത്തിൻ്റെ അപകടങ്ങൾ കുറയണമെങ്കിൽ സുരക്ഷകൾ കുറയ്ക്കണം. കൂടുതലായാൽ അപകടങ്ങൾ കൂടുതലല്ലാണ്ട് കുറയില്ല. അത് യാതൊരു സംശയം വേണ്ട. ഇതാണ് ഞാൻ കണ്ടോടത്തോളം മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചേലക്കര പഴയന്നൂർ ഇതൊക്കെ പോയി വെടിക്കെട്ട് കാണുന്ന ആളാണ്. ഇവിടെ ഒരാൾക്ക് വെടിക്കെട്ട് ശരിക്കും കാണാൻ പറ്റില്ല. ആര് വന്നാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നാമത് അറിയില്ല. ഒന്നാമത് ഇതിൻ്റെ മെത്തേഡുകൾ അറിയില്ല. അത് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഇവിടുത്തെ ADM ആയാലും വരില്ല, കളക്ടറായാലും വരില്ല. ഇവിടെ ചെറുപ്പം മുതൽ ഈ പൂരം കണ്ട് വലുതായി വരുന്ന ആൾക്കാരോട് ചോദിക്കുക എങ്ങനെയാണ് ഈ പൂരത്തിൻ്റെ മെത്തേഡ്. അങ്ങനെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ പുറപ്പെടാൻ. എന്ത് കാര്യത്തിനും ഈ പൂരം മാത്രമേ ഞാൻ കാണുള്ളൂ, അല്ലാണ്ട് കാവടി കീവടിയൊന്നും ഞാൻ കാണാറില്ല. ഈ പൂരത്തിനോട് എനിക്ക് സിമ്പതിയുള്ളൂ. എവിടെ എന്ത് പൂരം നടന്നാലും ഈ വെടിക്കെട്ടിലാണ് ഫിനിഷിങ് വരുള്ളൂ.